Namaste, welcome to my classroom, Design of Concrete Structures 2, CE 304 for Semester 6 Civil Engineering Students KTU. Hi, this is Lakshmi, SNIT Adu. Design of Concrete Structures 2, Module 6. Today's topic, Introduction to Prestressed Concrete and Concept of Prestressed Concrete. മൊഡ്യൂൾ 6 പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ്. ലാസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 6. നമ്മൾ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, സിമെന്റ് കോൺക്രീറ്റിന്റെ അനാലിസിസ് ഡിസൈനാണ്, മെയിൻലി ഡിസൈനാണ് നമ്മൾ ഇതുവരെയും ചെയ്തത്. സോ ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ, ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് ആണ്. സോ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം. അതുപോലെ പ്രീസ്ട്രസ്സിങ്ങിന്റെ കോൺസെപ്റ്റ്, എങ്ങനെയാണ് ഈ ഒരു പ്രീസ്ട്രസ്സിങ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയത്, അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ യൂസ് ചെയ്യുമ്പോൾ പ്രീസ്ട്രസ്സിങ്ങിന് മെറ്റീരിയൽസ് ഏതാണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ അതിന്റെ അനാലിസിസ്. നമുക്ക് ഡിസൈൻ മൊഡ്യൂൾ 6 ഡിസൈൻ ഓഫ് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് വരുന്നില്ല, നമുക്ക് അനാലിസിസ് വരെ ഉള്ളൂ. അനാലിസിസ് തന്നെ നമ്മൾ പ്രീസ്ട്രസ്ഡ് ബീമിന്റെ അനാലിസിസ് ആണ്. 2 ടൈപ്പിലാണ്. അതിൽ തന്നെ നമുക്ക് റെക്ടാങ്കുലർ സെക്ഷന്റെയും ഐ സെക്ഷന്റെയും ചെയ്യണം. അറ്റ് ദ സ്റ്റേജസ് ഓഫ് ട്രാൻസ്ഫറും സർവീസും 2 സ്റ്റേജിലും വരുന്നതാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ലോസസ് ഇൻ പ്രീസ്ട്രസ്സിനകത്ത് കുറച്ച് ലോസസ് ഉണ്ട്. അത് നമുക്ക് ആസ് പെർ കോഡ് പ്രകാരം തന്നെ പോവാം. ഇനി നമ്മൾ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിന് നമ്മൾ വാട്ടർ ടാങ്കിനെല്ലാം നമ്മൾ IS 3370 നോക്കിയതുപോലെ പ്രീസ്ട്രസ്സിന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന കോഡ് ഇതാണ്. കാണാമല്ലോ, IS 1343 വെച്ചിട്ടാണ് നമ്മൾ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. സോ നമുക്ക് അനാലിസിസ് കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് കോഡിന്റെ സഹായമുണ്ട്. എവറിത്തിങ്, ലോസസ് ഇൻ പ്രീസ്ട്രസ്സും എല്ലാം നമുക്ക് ഇതിലുണ്ട്. സോ നമ്മൾ ഇതിന്റെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഏതാണ്? 1343. സോ പ്രീസ്ട്രസ്സിന്റെ കോൺക്രീറ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം, 1343. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് പ്രീസ്ട്രസ് എന്ന് ആദ്യം ഒന്ന് നോക്കാം. സോ ഇൻട്രൊഡക്ഷൻ ടു പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ്. Prestressed concrete is the one in which there have been introduced internal stresses. Okay, internal stresses of such magnitude and distribution that the stresses resulting from given external loading are counteracted to a desired degree. നമുക്ക് ഈ ഒരു പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് ശരിക്കും നമ്മൾ അടുത്തത് കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ശരിക്കും ഈ കോൺസെപ്റ്റ് നമുക്ക് ഇപ്പം കിട്ടിയതൊന്നുമല്ല, പഴയ കാലങ്ങളിൽ തൊട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന, നമ്മൾ അഡോപ്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അതിൽ നിന്നാണ് നമ്മൾ പ്രീസ്ട്രസ്സിലേക്ക് എത്തിച്ചേർന്നത്. സോ നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗ് പരമായിട്ട് ആദ്യം നമ്മൾ പ്ലെയിൻ സിമെന്റ് ആയിരുന്നു, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്തു. അതിനുശേഷം അവിടെ നമുക്ക് വീക്കായിട്ട് ഫീൽ ചെയ്തപ്പോൾ സോ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഈസ് ഗുഡ് ഇൻ കംപ്രഷൻ, വി ഓൾ നോ ദാറ്റ്, ആൻഡ് വീക്ക് ഇൻ ടെൻഷൻ ആണ്. ഓക്കെ, കോൺക്രീറ്റ് ഈസ് ഗുഡ് ഇൻ കംപ്രഷൻ ആൻഡ് വീക്ക് ഇൻ ടെൻഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അത് ഇപ്പം S6 എത്തി നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടി ആണത്. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. അപ്പോ നമ്മൾ ആദ്യം പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ പിന്നെ RCCയിലേക്ക് വന്നു. അതിനുശേഷമാണ് നമ്മൾ പ്രീസ്ട്രസ്സിലേക്ക് എത്തി നിൽക്കുന്നത്. സോ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിൽ നിന്ന് ഡിഫറെന്റ് ആണ് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ. അത് എങ്ങനെ ഡിഫറെന്റ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റേണൽ സ്ട്രെസ്സസ്. നമ്മളൊരു ഇനീഷ്യൽ ലോഡ്, ആപ്ലിക്കേഷൻ ഓഫ് ആൻ ഇനീഷ്യൽ ലോഡ്, നമ്മളൊരു ഇനീഷ്യൽ ലോഡ്, application of initial load. A prestressed concrete structure is different from a conventional reinforced concrete structures due to the application of an internal load on a structure. നമ്മളൊരു ഇന്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇന്റേണൽ ലോഡ്, ഒരു ഇന്റേണൽ സ്ട്രെസ്സിന്റെ ആപ്ലിക്കേഷൻ നമ്മളവിടെ കൊടുക്കുന്നു. അത് മുഖേനയാണ് ഈ ഒരു ഇനീഷ്യൽ ലോഡ് നമ്മൾ കൊടുക്കുന്ന പ്രകാരമാണ് എക്സ്റ്റേണൽ വരുന്ന ലോഡിനെ എല്ലാം റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇന്റേണൽ ലോഡ് ആയിരിക്കും. അതായത്
ഈ ഒരു അതായത് ഇനിഷ്യൽ ലോഡ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇനിഷ്യൽ ലോഡ് അല്ലെങ്കിൽ പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ മുൻകൂട്ടി കൊടുക്കുകയാണ്. ഈസ് അപ്ലൈഡ് ടു enable the structure to counteract the stresses arising during its service load. അതിന്റെ സർവീസ് ലോഡ് വെച്ച് വരുന്ന എല്ലാ സ്ട്രെസ്സസിനെയും കൗണ്ടറാക്ട് ചെയ്യുന്ന ഈ ഒരു ഇനിഷ്യൽ ലോഡ്, അതായത് പ്രീ സ്ട്രെസ് ആയിരിക്കും അതിനെ കൗണ്ടറാക്ട് ചെയ്ത് ആ സ്ട്രക്ചറിനെ എനേബിൾ ആക്കുന്നത്. സോ അതാണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ആൻ ഇനിഷ്യൽ ലോഡ് ഓൺ ടു എ സ്ട്രക്ചറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇനിഷ്യൽ ലോഡാണ്. അതാണ് നമ്മുടെ സർവീസ് ലോഡ് അല്ല എക്സ്റ്റേണൽ ലോഡ്സ് വെച്ച് വരുന്ന സ്ട്രെസ്സസിനെ കൗണ്ടറാക്ട് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആദ്യം നമ്മൾ പ്ലെയിൻ കോൺക്രീറ്റിൽ വന്നു. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിൽ നമ്മൾ അവിടെ വീക്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതായത് ടെൻസൈൽ സ്ട്രെങ്ത് ഒന്നും കോൺക്രീറ്റിനില്ല. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിനകത്ത് കംപ്രസീവ് സ്ട്രെസ് മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ടെൻസൈൽ സ്ട്രെസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് അവിടെ കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റീഇൻഫോഴ്സ്ഡ് അതായത് കോമ്പോസിറ്റ് മെറ്റീരിയലിലേക്ക് പോയി. അതായത് കോൺക്രീറ്റും വരുന്നുണ്ട്, റീഇൻഫോഴ്സിങ് ബാർ ആയിട്ട് നമുക്ക് സ്റ്റീലും വരുന്നുണ്ട്. സോ നമ്മൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക്, അങ്ങനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് വരുന്നത്. അതായത് അവിടെയും റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ, അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു RCC ബീം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനീഷ്യൽ ലോഡെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോഴും എന്താ, നമ്മുടെ ടെൻഷൻ സോണിൽ ക്രാക്ക് വരുന്നുണ്ട്. സോ ഡെവലപ്മെന്റ് ഓഫ് ഏർലി ക്രാക്ക് ഇൻ RCC വരുന്നുണ്ട്. കാരണം കോൺക്രീറ്റിനകത്ത് ഇൻകോമ്പാക്ടിബിലിറ്റി ഇൻ സ്ട്രെയിൻസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ആണ് അതിന്റെ റീസൺ ആക്ച്വലി ആ ഡെവലപ്മെന്റ് ഓഫ് ഏർലി ക്രാക്ക് വരാനായിട്ട്. സോ അങ്ങനെ ഇരുന്നപ്പോൾ RCCയിൽ നമുക്ക് ഏർലി ക്രാക്കിന്റെ ഒരു ഡെവലപ്മെന്റ് വന്നപ്പോഴാണ് നമ്മൾ പ്രീ സ്ട്രെസ് കോൺക്രീറ്റിന്റെ ഡെവലപ്മെന്റിനെ പറ്റി ആലോചിച്ചതും നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നതും. സോ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിൽ നമ്മൾ RCCയിൽ എത്തി. RCCയിൽ നിന്നാണ് നമ്മൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് വന്നത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്? വാട്ട് ഈസ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്? എന്താണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്? പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രെസ്സസ് ആർ ഇൻഡ്യൂസ്ഡ് ടു കൗണ്ടറാക്ട് എക്സ്റ്റേണൽ സ്ട്രെസ്സസ്. എക്സ്റ്റേണൽ അല്ലെ സർവീസ് ലോഡ് പ്രകാരമുള്ള വരുന്ന സ്ട്രെസ്സസിനെ കൗണ്ടറാക്ട് ചെയ്ത് നിൽക്കുന്ന, നമ്മൾ ഈ ഇനീഷ്യലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സ്ട്രെസ്സസ് ആയിരിക്കും. സോ ഇന്റേണൽ സ്ട്രെസ്സസ് ആർ ഇൻഡ്യൂസ്ഡ് ടു കൗണ്ടറാക്ട് ദ എക്സ്റ്റേണൽ സ്ട്രെസ്സസ്. ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിൽ നമ്മൾ ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ഇനീഷ്യൽ ലോഡ്, ആ ഇനീഷ്യൽ ലോഡിനെയാണ് നമ്മൾ പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്റേണൽ സ്ട്രെസ്സസ് അതിനകത്ത് ഉണ്ട്. ശരിക്കും ഈ ഒരു കോൺസെപ്റ്റ് 1904 ഓക്കെ നമ്മുടെ ഫ്രൈസിനെറ്റ് ഓക്കെ അദ്ദേഹമാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് പെർമനന്റ് ആക്ടിംഗ് ഫോഴ്സസ് ഇൻ കോൺക്രീറ്റ് ടു റെസിസ്റ്റ് ഇലാസ്റ്റിക് ഫോഴ്സസ്. അതായത് നമ്മളുടെ ബ്രിട്ടിൽ മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലിൽ നിന്ന് ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിലേക്ക് ഒരു തെന്നിമാറ്റം ഓക്കെ ഇതിലേക്ക് എത്തിച്ചേർന്നത് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് പ്രീ സ്ട്രെസ്സിങ്. ആ ഒരു നെയിമിനെയാണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. അതായത് പെർമനന്റ് ആക്ടിംഗ് ഫോഴ്സസ് ഇൻ കോൺക്രീറ്റ് ടു റെസിസ്റ്റ് ഇലാസ്റ്റിക് ഫോഴ്സസ് അണ്ടർ ലോഡ്സ്, അതിനെയാണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. 1904 ഫ്രൈസിനെറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നത്. കാരണം RCCയുടെ ഒരു കാര്യം പറഞ്ഞു, നമ്മളിവിടെ ബീം വരച്ചിരുന്നു, ഇത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. നമ്മളിവിടെ ഇതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അപ്പോൾ ഒരു ബെൻഡിങ് ഇങ്ങനെയാണ്, അതായത് ക്രാക്ക് ഇവിടെ ഫോം ചെയ്യും. ക്രാക്ഡ് വിത്ത് ഡിഫ്ലക്ഷൻ അണ്ടർ ഡെഡ് ലോഡ് ആൻഡ് സർവീസ് ലോഡ്. ഡെഡ് ലോഡ് സർവീസ് ലോഡ്, അതായത് ഇവിടെ ടിപ്പിക്കൽ ലോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രാക്ക് ഫോർമേഷൻ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പ്രീ സ്ട്രെസ്സിങ് വരുമ്പം ഇതിനകത്തേക്ക് നമ്മൾ ഈ റീഇൻഫോഴ്സിംഗ് ബാർ, നമ്മളിവിടെ കമ്പി കൊടുക്കത്തില്ലേ, മൈൽഡ് സ്റ്റീൽ അല്ലെ Fe415 സ്റ്റീൽ കൊടുത്തിട്ടാണ് നമ്മൾ RCC ചെയ്യുന്നത്. സോ ഒരു പ്രീ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ടെൻഡൻസ് ആണ്. ടെൻഡൻസ് ഉണ്ട്, ബാർസ് ഉണ്ട്, കേബിൾസ് ഉണ്ട്, സ്ട്രാൻഡ്സ് ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ പ്രീ സ്ട്രെസ്സിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രീ സ്ട്രെസ്സിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രാൻഡ്സ്, കേബിൾസ്, ബാർസ്, ടെൻഡൻസ് ഒക്കെ ആയിരിക്കും. ഓക്കെ,
അതായത് ഫുൾ സർവീസ് ലോഡ് വരുമ്പോഴും ഇവിടെ ഒരു ക്രാക്ക് ഫോർമേഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്, പ്രീ സ്ട്രെസ്സിങ് ടെൻഡൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ അൺക്രാക്ഡ് സെക്ഷൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഫുൾ സർവീസ് ലോഡിലും ഒരു പ്രീ സ്ട്രെസ്, അതായത് ഡെഡ് ലോഡിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴും ഇവിടെ ടെൻഡൻസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അതായത് ഇതാണ് ദിസ് ഈസ് പ്രീ സ്ട്രെസ്സിങ് ടെൻഡൻസ്. ഇത് ഡെഡ് ലോഡ് ഇതിനകത്തേക്ക് ഉണ്ട്. ഈ ലോഡിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴും ഇത് ഫുൾ സർവീസ് ലോഡ് എടുത്തതിന് നിൽക്കാൻ പറ്റും, വിതൗട്ട് ക്രാക്കിംഗ് ആണ്. ഓക്കെ, ഫുൾ കാണുന്നില്ലേ, സർവീസ് ലോഡിലും അൺക്രാക്ട് സെക്ഷൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതായത് ഡെഡ് ലോഡ് എടുക്കുമ്പോഴും ഈ ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതായിരിക്കും. അതായത് കംപ്ലീറ്റ് ആയിട്ടും അതിന് നിൽക്കാനായിട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഡെവലപ്മെന്റ് ഓഫ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിലേക്ക് ആ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്നത് ഫ്രൈസിനെറ്റ് ആണ്. അതായത് ഇൻട്രൊഡ്യൂസിങ് പെർമനന്റ് ആക്ടിംഗ് ഫോഴ്സസ് ഇൻ കോൺക്രീറ്റ് ടു റെസിസ്റ്റ് ഇലാസ്റ്റിക് ഫോഴ്സസ് അണ്ടർ ലോഡ്സ് ആൻഡ് വാസ് നെയിംഡ് ആസ് പ്രീ സ്ട്രെസ്സിങ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അതിന്റെ കാര്യത്തിലേക്ക് കയറാം. ശരിക്കും എന്താണ് ഒരു പ്രീ സ്ട്രെസ് എന്ന് ചോദിച്ചാൽ ഇതാണ്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഈസ് വൺ ഇൻ വിച്ച് ദർ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇന്റേണൽ സ്ട്രെസ്സസ് ഓഫ് സച്ച് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ദ സ്ട്രെസ്സസ് റിസൾട്ടിംഗ് ഫ്രം ഗിവൺ external loading are counteracted to a desired degree, that is due to the application of an initial load on a structure to enable it to resist the stresses arising due to external load. That initial load is called pre-stress. Is applied to enable the structure to counteract the stresses arising during its service load. Okay, what is pre-stressed concrete means internal stresses are induced to counteract the external stresses. നമുക്കിനി കോൺസെപ്റ്റ് എന്താണെന്നൊന്ന് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ഏർലി ക്രാക്സ്, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ഡെവലപ്മെന്റ് ഓഫ് ഏർലി ക്രാക്സ് ഇൻ RCC, ആ ഒരു ഇത് കാരണമാണ് നമ്മൾ ഏർലി ക്രാക്സ്, അതായത് ഏർലി ക്രാക്സ് ഇൻ RCC എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഇൻകോമ്പാക്ടിബിലിറ്റി ഇൻ സ്ട്രെയിൻസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. സോ RCCയിലുള്ള ആ ഒരു ഏർലി ക്രാക്ക് ഉണ്ട്, അത് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ദ ഡെവലപ്മെന്റ് ഓഫ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിലേക്ക് വന്നത്. സോ അപ്പം കുറെ കാരണങ്ങളായിട്ട് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിന് അഡ്വാൻറ്റേജസ് ഉണ്ട് കമ്പയർഡ് ടു RCC. Advantages of pre-stressed concrete members compared to RCC. അതായത് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രീ സ്ട്രെസ്സിനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെസ്സർ ഡെപ്ത് മതി പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിനകത്ത് കമ്പയർഡ് ടു RCC. അതുപോലെ സ്പാനിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ലോങ്ങർ സ്പാൻ വരെ നമുക്ക് പ്രീ സ്ട്രെസ്സിൽ യൂസ് ചെയ്യാനായിട്ട് വരും. കൂടുതലായിട്ടും നമ്മൾ ബ്രിഡ്ജസ് ഒക്കെ, എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബ്രിഡ്ജസ് ഒക്കെ പ്രീ സ്ട്രെസ്ഡ് ബ്രിഡ്ജസ്, കാരണം സ്പാൻ നമുക്കൊരു 35 മീറ്റർ കൂടുതലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് 35-100 മീറ്ററിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും. നമുക്ക് പിന്നെ ഓരോ സെഗ്മെന്റ് ആയിട്ട് കൊടുക്കാനായിട്ടും പറ്റുകയും ചെയ്യും. സോ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിന്റെ ഒരു ബെനിഫിറ്റ്സ് അതാണ്. സ്പാനിൽ പറയുമ്പോൾ സ്ട്രെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ RCCയെയും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിനെയും കൂടെ നമ്മൾ സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ അതും മോർ ആയിരിക്കും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിനകത്ത്. സോ ഇത്രയും കാരണങ്ങളായിട്ട് നമ്മൾ പ്രീ സ്ട്രെസ് ആണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, കമ്പയർഡ് ടു RCC. ഡെപ്തിന്റെ കമ്പാരിസണിൽ ലെസ്സർ ഡെപ്ത് മതി, സ്പാനിന്റെ കമ്പാരിസണിൽ ലോങ്ങർ സ്പാനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സ്ട്രെങ്ത്തിന്റെ കമ്പാരിസൺ പറയുവാണെങ്കിൽ മോർ സ്ട്രെങ്ത് ആയിരിക്കും പ്രീ സ്ട്രെസ്ഡിന് ഉള്ളത്. സോ ഇനി പ്രീ സ്ട്രെസ്ഡ് നമ്മളൊരു ബീം അല്ലെ ഒരു സെക്ഷൻ യൂസ് ചെയ്യുമ്പം എങ്ങനെയാണ് ഒരു പ്രീ സ്ട്രെസ്സിങ് ആക്ഷൻ വരുന്നത് എന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. സോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു RCC ബീം എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് RCC beam. The application of permanent compressive stresses to a material like concrete എന്ന് പറഞ്ഞാൽ എങ്ങനെ, which is strong in compression. എന്താ ആപ്ലിക്കേഷൻ ഓഫ് പെർമനന്റ് കംപ്രസീവ് സ്ട്രെസ്. നമ്മൾ പ്രീ സ്ട്രെസ് പറഞ്ഞു ആപ്ലിക്കേഷൻ ഓഫ് ഇനീഷ്യൽ ലോഡ് ടു ദ മെമ്പർ എന്ന് പറഞ്ഞു. സോ പെർമനന്റ് കംപ്രസീവ് സ്ട്രെസ്സസ് ടു മെറ്റീരിയൽ ലൈക്ക് കോൺക്രീറ്റ് എങ്ങനത്തെയാ, വിച്ച് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ആൻഡ് വീക്ക് ഇൻ ടെൻഷൻ ആയിരിക്കും. ഇൻക്രീസസ് അപ്പാരന്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ബിക്കോസ് ദ സബ്സ്റ്റിക്വന്റ്
subsequent application of tensile stresses must nullify the compressive stresses. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു RCC ബീം കൺസിഡർ ചെയ്തു. അതായത് അൺസ്ട്രെസ്ഡ് ബീമാണ്. ലോഡ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ലോഡ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു RCC ബീം. ഇതെങ്ങനെയാ ഇതിന്റെ ഒരു ലോഡ് ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ RC ബീം ഡിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസ്. ഇങ്ങനെയായിരിക്കും ബീം. ഓക്കെ, അതായത് ന്യൂട്രൽ ആക്സിസ് ഇതാണ്, അപ്പർ കംപ്രഷൻ, ലോവർ ടെൻഷൻ. ക്ലിയർ ആയല്ലോ? സോ ദിസ് ഈസ് ലോഡ് ഡിഫ്ലക്ഷൻ കർവ്. ഓക്കെ, ലോഡ് ഡിഫ്ലക്ഷൻ കർവ് ആണിത്. RCC ബീം നമ്മൾ കൺസിഡർ ചെയ്തു, നമ്മൾ ലോഡ്സ് കൊടുത്തു. സോ ഈ ഒരു RC ബീം ഡിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസ് ഇങ്ങനെയാണ്. ലോഡ് ഡിഫ്ലക്ഷൻ അതായത് ഡൗൺ കർവ് ആണ്, കർവ്സ്. ഓക്കെ, ഡൗൺവേർഡ് ഡിറക്ഷനിലായിരിക്കും ഈ ഒരു ബീം ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ പ്രീസ്ട്രെസ്ഡ്, ഇത് ഒരു പ്രീസ്ട്രെസ്ഡ് ബീം. ഓക്കെ, പ്രീസ്ട്രെസ്ഡ് ബീം എടുത്തു ഞാൻ. ടെൻഡൻസ് ഇതിനകത്തേക്ക്, പ്രീസ്ട്രെസ്ഡ് ബീമിനകത്തേക്ക് പ്രീ ടെൻഷനിങ്, അല്ലെ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്, പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ജസ്റ്റ് എന്താ ഒരു പ്രീ സ്ട്രെസ്സിങ് അറിയണമല്ലോ. സോ നമ്മൾ ഇതിനകത്തേക്ക് ടെൻഡൻസ്, ഞാൻ പറഞ്ഞു നമ്മൾ RCCക്കകത്താണ് എങ്കിൽ റീൻഫോഴ്സിങ് ബാർസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 8 mm, 10 mm, 12 mm, 16, 20 നമ്മൾ അങ്ങനെ ഡയമീറ്റർ വേസിലായിരുന്നു റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. പ്രീ സ്ട്രെസ്സിങ്ങിനകത്ത് നമ്മൾ ടെൻഡൻസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രാൻഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കേബിൾസ് ആയിരിക്കും. ബാസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ ടെൻഡൻ സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്തേരെ, ഇവിടെ എഴുതാം. ടെൻഡൻസ്. ഓക്കെ, TNDONS. സോ ഞാൻ ഇവിടെ ഒരു ടെൻഡൻസ് കൊടുത്തു. ഇതാണ് ടെൻഡൻസ്. ഓക്കെ, ഇവിടെ ഞാൻ ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഹൈഡ്രോളിക് ജാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഹൈഡ്രോളിക് ജാക്ക് നമ്മൾ ഇവിടെ ജാക്ക് യൂസ് ചെയ്ത് രണ്ട് എൻഡും നമ്മൾ എൻഡ് ആങ്കറേജസ്, അതായത് ജാക്ക് വെച്ച് നമ്മളിത് പ്രീ സ്ട്രെസ്സിങ് കൊടുത്തു. നമ്മൾ എൻഡ് എല്ലാം നമ്മൾ ആങ്കർ ചെയ്തും വെക്കും. സോ ഇതാണ് ഒരു പ്രീ സ്ട്രെസ്ഡ് ബീമിനകത്ത് നമ്മൾ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്തു. നമ്മൾ ഇനീഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് ഇനീഷ്യൽ സ്ട്രെസ്സസ് നമ്മൾ കൊടുത്തു. ഓക്കെ, അതായത് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുവാണ്. P പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമ്മൾ കൊടുത്തു. ഓക്കെ, പ്രൊവൈഡിങ് പ്രീ സ്ട്രെസ് ഫോഴ്സ്. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പം ഈ ഒരു പ്രീ സ്ട്രെസ്ഡ് ബീം കാണാമല്ലോ. പ്രീ സ്ട്രെസ്ഡ് ബീം ഇത് നമുക്ക് ഡിഫ്ലക്ട് ചെയ്ത് ഡൗൺവേർഡ് ആയിട്ടായിരുന്നു. സോ നമ്മുടെ ഈ ഒരു ഇതിന്റെ ഒരു പ്രീ സ്ട്രെസ്ഡ് ബീമിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ദിസ് ആയിരിക്കും, ഇങ്ങനെയായിരിക്കും. ഓക്കെ, ലോഡ് ഡിഫ്ലക്ഷൻ അപ്വേർഡ് ആയിരിക്കുമേ. ലോഡ് ഡിഫ്ലക്ഷൻ കർവ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ആയിട്ടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്വേർഡ് ആയിട്ടായിരിക്കും. സോ അപ്പോൾ എന്താ ഇതിന്റെ ഒരു ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ആയിട്ടായിരിക്കും. സോ ഇതിനകത്തേക്ക് ഇനി ലോഡ് വരുക. ലോഡ്സ് എല്ലാം കൂടെ ആക്ട് ചെയ്യുമ്പം ഇത് കൗണ്ടർ ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് കൗണ്ടർ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. സോ ലൈക്ക് ഇത് അതായത് ഫുൾ സർവീസ് ലോഡിലായിരിക്കും ഇത് എത്തുന്നത്. അതിന്റെ ഒരു ഫിഗറാണ്. ദാറ്റ് മീൻസ് ഫ്ലാറ്റ് ആയിരിക്കും. ഇത് അപ്വേർഡ് ആയിട്ട് പോയത് ഇത് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും വരുമ്പോൾ ഇത് നമ്മുടെ ടെൻഡൻസ് ഫുൾ സർവീസ് ലോഡ് ഇതിനകത്തേക്ക് ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതായത് ഈ അപ്വേർഡ് ആയിട്ട് പോയത് ഇങ്ങനെ ഡൗൺവേർഡ് ആയിട്ട് വരും. ഇവിടെ ഇതായത് ഫ്ലാറ്റ് ആയിട്ടും വരും. ഫിഗർ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ലല്ലേ? ഇത് ഇങ്ങനെ ഫുൾ സർവീസ് ലോഡായിട്ടായിരിക്കും ഇത് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു നമ്മൾ ഇനീഷ്യൽ ലോഡ് ഒരു റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ആവുമ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുന്നു, ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ഇങ്ങനെ. അതിനുശേഷം നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു പ്രീ സ്ട്രെസ്സിംഗ് ബീമിലേക്ക് നമ്മൾ ടെൻഡൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇനീഷ്യലി നമ്മൾ അതായത് ഇവിടെ നമ്മൾ ഇത് വലിച്ചിട്ടല്ലേ, എന്നിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കളയുവാണ്. അപ്പോൾ ഇതിനെന്താ ടെൻഷൻ നമ്മൾ വലിച്ച് ടെൻഷൻ കൊടുത്തു, ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ സ്ട്രെസ് ചെയ്ത് അവിടെ നിർത്തുകയാണ്. അപ്പോൾ സോ ഇതിങ്ങനെ ഡിഫ്ലക്ട് ചെയ്തതിന് പകരം ശരിക്കും ഒരു പ്രീ സ്ട്രെസ്സിനകത്ത് അപ്വേർഡ്. പിന്നെ ഇതിന്റെ എക്സ്റ്റേണൽ ലോഡ്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് അതിനെ കൗണ്ടർ അതായത് ഈ കൊടുത്തിരിക്കുന്ന സംഭവമായിരിക്കും, ഈ കൊടുത്തിരിക്കുന്ന സ്ട്രെസ് ആയിരിക്കും ഈ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ലോഡിനെ കൗണ്ടർ ആക്ട് ചെയ്യുന്നത്. അപ്പം ഫുൾ സർവീസ് ലോഡിനെ എടുക്കാനുള്ള ശേഷി നമ്മുടെ പ്രീ സ്ട്രെസ്സിനുണ്ട്. സോ ഫൈനലി ദ ലോഡ് ഡിഫ്ലക്ഷൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും നമുക്ക്
കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇതൊരു അഡ്വാൻറ്റേജ് ആണ് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിന്റെ. ക്രാക്സ് ഫ്രീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ടെൻഡൻസ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ടെൻഡൻസ് വയേഴ്സ് അല്ലെങ്കിൽ കേബിൾസ് ആണ്. ടെൻഡൻസ് തന്നെ നമുക്ക് സ്ട്രാൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഇതെന്തൊക്കെയാണെന്ന് അറിയത്തില്ല, അത് നമുക്ക് നോക്കാം. സോ ജസ്റ്റ് ടെൻഡൻ എന്താന്ന് പറഞ്ഞാൽ കുറേ വയേഴ്സ്, ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ഇലക്ട്രിക്കൽ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ വയർ നോക്കുമ്പോഴറിയാം കുറേ വയേഴ്സ് കൂടി ചേർന്നിട്ട് കട്ടിക്ക് ഇങ്ങനെ അതിനകത്ത് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതുപോലെയാണ് നമ്മുടെ ഈ ടെൻഡൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വയേഴ്സ് ആണ് ഈ ഒരു ടെൻഡൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രീസ്ട്രസ്സിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻഡൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കോൺസെപ്റ്റ് കൂടെ ഒന്ന് നോക്കാം. നെക്സ്റ്റ്, കോൺസെപ്റ്റ് ഓഫ് പ്രീസ്ട്രസ്സിങ്. നമുക്ക് പ്രീസ്ട്രസ്സിങ്ങിന്റെ കോൺസെപ്റ്റ് എന്ന് നോക്കാം. ശരിക്കും ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇയേഴ്സ് എഗോ, പണ്ട് കാലത്തെ ഈ ഒരു കോൺസെപ്റ്റ് നിലനിന്ന ഒരു സംഭവമാണ്. ദ പ്രീസ്ട്രസ്സിങ് ഓഫ് എ സ്ട്രക്ചർ ഈസ് നോട്ട് the only instance of pre-stressing. The concept of pre-stressing existed before the application in concrete. നമ്മൾ കോൺക്രീറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് നിലനിന്നിരുന്നു. ഈ പ്രീസ്ട്രസ്സിങ് എന്ന് പറയുന്ന ഒരു സംഭവം നിലനിന്നിരുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ നേരത്തെ ഉള്ള ഒരു സംഭവമായിരുന്നു, നമ്മൾ കോൺക്രീറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്, അതിനുശേഷമാണ് നമ്മൾ യൂസ് ചെയ്തത് എന്നേ ഉള്ളൂ. ശരിക്കും ഈ ഒരു കോൺസെപ്റ്റിന്റെ കഥ പറയുവാണെങ്കിൽ പഴയ ബാരലിന്റെ കഥ പറയണം. ഇതാണ് ഒരു ബാരൽ എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു, കോൺസെപ്റ്റ് ഓഫ് പ്രീസ്ട്രസ്സിംഗ് വാസ് ഇൻവെന്റഡ് ഇയേഴ്സ് എഗോ, മുന്നേ കണ്ടുപിടിച്ച ആ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഇതൊരു ബാരലാണ്, അതായത് ഫോഴ്സ് ഫിറ്റിംഗ് ഓഫ് മെറ്റൽ ബാൻസ് ഓൺ വുഡൻ ബാരൽ. ഇതൊരു വുഡൻ ബാരലാണ്. ഈ ശരിക്കും ഈ ബാരൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രെയിൻസ്, ലിക്വിഡ്സ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്തത്. ഈ ലിക്വിഡ്സ് നമ്മൾ വാട്ടർ ടാങ്ക് പഠിച്ചപ്പം നമുക്ക് അറിയാവുന്നതാണ്. സിലിണ്ടറിക്കൽ വാട്ടർ ടാങ്കിന്റെ ഒരു കേസ് നമ്മൾ പറഞ്ഞു. ഇതിനുള്ളിൽ വാട്ടറാണ്, അതായത് ലിക്വിഡ്സ്, പല ടൈപ്പിലുള്ള ലിക്വിഡ്സ് ആവാം ഈ ബാരലിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. മേ ബി അത് ഗ്രെയിൻസ് ആവാം, അല്ലെ ബാരൽസ് ആവാം. സോ ഇതൊരു സർക്കുലർ സിലിണ്ടറിക്കൽ ഷേപ്പിലേക്കാണ് വരുന്നത്. വാട്ടർ ടാങ്കിന്റെ ഒരു കേസ് നമുക്ക് മനസ്സിലേക്ക് ഓർത്താൽ മതി. ഇതിനകത്ത് എന്തായിരിക്കും, ലിക്വിഡ്സ് അല്ലെ ഗ്രെയിൻസ് ഒക്കെ ആവുമ്പോൾ ഹൂപ്പ്, അതായത് സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് ഹൂപ്പ് ടെൻഷനാ, ഹൂപ്പ് കംപ്രഷൻ ഇതിനകത്തേക്ക് ഉണ്ടാവും. ഇതിന്റെ സൈഡ്സിലേക്കായിരിക്കും, നമ്മളന്ന് പറഞ്ഞതാണ്, ഇതിന്റെ സൈഡ്സിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇതിനുള്ളിൽ ലിക്വിഡ്സ് അല്ലേ. സോ ഇതിനകത്തുനിന്ന് ഇതിന്റെ വോളിലേക്ക്, അതായത് ഇതിന്റെ ഇത് വുഡൻ ആണ് സംഭവം എന്ന് പറഞ്ഞു. സോ ഇതിന്റെ വോളിലേക്കായിരിക്കും ഈ ഒരു ഹൂപ്പ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിനെ ഇതാണ് ഞാൻ പറഞ്ഞ മെറ്റൽ ബാൻഡ് വലിച്ചു മുറുക്കിയായിരിക്കും ഇത് കെട്ടിയിരിക്കുന്നത്. ഈ മെറ്റൽ ബാൻഡ്സ് എന്ന് പറഞ്ഞ ഇതും അങ്ങനെ ഈ വുഡൻ ഈ ഒരു ബാരലിനെ ചുറ്റി മെറ്റൽ ബാൻഡ്സ് ഉണ്ടായിരിക്കും. ഈ മെറ്റൽ ബാൻഡ്സ് എന്ത് ചെയ്യും, ഇതിനെ കൗണ്ടറാക്ട് ചെയ്യും. അതായത് ഇതിനുള്ളിലുള്ള ലിക്വിഡ്സ് കാരണം ഇങ്ങോട്ടേക്ക് ഹൂപ്പ് കംപ്രഷൻ വരുമ്പോൾ ഈ ഹൂപ്പ് ടെൻഷനെ കൗണ്ടറാക്ട് ചെയ്യുന്നത്, ഇതിനകത്ത് ഫിൽ ചെയ്തിരിക്കുന്ന ലിക്വിഡ്സ് കാരണം ഉണ്ടാകുന്ന ഹൂപ്പ് ടെൻഷനെ കൗണ്ടറാക്ട് ചെയ്യുന്നത് ഈ മെറ്റൽ ബാൻഡ്സ് ആയിരിക്കും. മെറ്റൽ ബാൻഡ്സ് നമ്മളിവിടെ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇനീഷ്യലി തന്നെ നമ്മുടെ ഈ ഒരു വുഡൻ ഇതിന് നമ്മൾ മെറ്റൽ ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇത് കൗണ്ടറാക്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പ്രീസ്ട്രസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതാണ് പറഞ്ഞത്, ഈ ഒരു കോൺസെപ്റ്റ് മുന്നിലേ ഉണ്ടായിരുന്നതാണ്, നമ്മളിപ്പോ യൂസ് ചെയ്തേ ഉള്ളൂ. ഇപ്പോഴാണ് മെറ്റൽ ബാരൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊത്തത്തിൽ ഇൻട്രൊഡക്ഷൻ ടു പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ്, പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്താ, RCC നിന്നുള്ള ചേഞ്ച് എന്താ, ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്. RCCനെ കമ്പയർ ചെയ്യുമ്പം പ്രീസ്ട്രസ്ഡിനുള്ള അഡ്വാൻറ്റേജ്, സോ എങ്ങനെയാണ് ഒരു RCC ബീം ബിഹേവ് ചെയ്യുന്നത്, ഒരു പ്രീസ്ട്രസ്ഡ് ബീം ബിഹേവ് ചെയ്യുന്നത് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് ഓഫ് പ്രീസ്ട്രസ്സിംഗ്, മെറ്റൽ ബാരൽ, വുഡൻ ബാരൽസ് വൗണ്ട് ചെയ്തിരിക്കുന്നത് മെറ്റൽ ബാൻഡ്സ് വെച്ചിട്ടാണ്. സോ അതിനെ കൗണ്ടറാക്ട് ചെയ്തിട്ട് ഒരു പ്രീസ്ട്രസ്സിംഗ് സിസ്റ്റമാണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് മുന്നിലെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നതാണ്, നമ്മൾ ഇപ്പോഴാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഡീപ്പായിട്ട് തന്നെ വീഡിയോസ് കേൾക്കുക. നോട്ട് തിയറി ആണ്, നേരത്തെ പോലെ ഡിസൈൻ ചെയ്തു പോകുന്ന പോലെ അല്ല. സ്ലോ മോഡിൽ തന്നെ വീഡിയോ കേട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.